അസ്സലാമലൈക്കും. കൊക്കോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആയിരുന്നു. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനിപ്പോൾ റൂമിൽ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം കുറച്ച് ജോലികളുണ്ട്, രാവിലെ ബാക്കി വെച്ചിട്ട് പോയ കുറച്ച് ജോലികളുണ്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഒരു 3 മണിക്കൂറുള്ള ഡ്യൂട്ടി ഉള്ളൂ. ഇപ്പം 4 മണി കഴിഞ്ഞു വന്നപ്പം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻസും ലൈക്കൊക്കെ തരാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ജോലി എനിക്ക് തുണി കഴുകലാണ്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ എനിക്ക് എൻ്റെ റൂമിൽ ചെയ്യുന്ന ഏറ്റവും മടിയുള്ളൊരു കാര്യം തുണി കഴുകുക. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും അറബി വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തുണി കഴുകാനാണ്. പക്ഷെ നമ്മുടെ റൂമിൽ എനിക്ക് തുണി കഴുകാൻ ഭയങ്കര മടിയാണ്. പിന്നെ നമ്മുടെ കോക്കോ കുട്ടി ഇതാണ്ടേ, കോക്കോപ്പഞ്ഞ് ഇവിടെ ഉണ്ട്. കോക്കോ ഫ്രണ്ട്സ്, കുറച്ച് തുണികളുണ്ട് കഴുകാൻ. എനിക്ക് ഇന്ന് കഴുകേണ്ട തുണികളായിരുന്നു, കഴുകിയില്ല. രാവിലെ കുറച്ച് പണിയുണ്ടായിരുന്നു. കോക്കോൻ്റെ കൂടൊക്കെ ക്ലീൻ ചെയ്യാനായിരുന്നു. അതിൻ്റെ വീടിന് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും കേട്ടോ. അപ്പം കുറച്ച് തുണികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫ്രൈഡേ ആണ് തുണി കഴുകാറുള്ളത്. പിന്നെ അറബി വീട്ടിൽ വാഷിംഗ് മെഷീനകത്താണ് തുണി കഴുകുന്നത്. നമുക്കിവിടെ വാഷിംഗ് മെഷീനൊന്നുമില്ല, കൈകൊണ്ട് അലക്കിയേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ സ്പേസ് വളരെ കുറവാണല്ലോ. അപ്പം നമുക്ക് ബാത്റൂമിലിരുന്ന് നമുക്ക് തുണിയൊക്കെ അലക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യൂണിഫോം ഞാൻ റൂമിലിടുന്ന കുറച്ച് തുണികളൊക്കെയാണ് കഴുകുന്നത്. വലിയ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈ ക്ലീനിക്കിന് പുറത്ത് കൊടുക്കത്തതേ ഉള്ളൂ കേട്ടോ. അതൊന്നും ഇവിടെയിട്ട് കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അങ്ങനെ രാവിലെ കോക്കോയുടെ കൂടൊന്ന് പുറത്താക്കി കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. പിന്നെ കോക്കോയുടെ ഒരു ചെറിയ കൂടുണ്ട്, ചെറിയ കൂടിനകത്തോട്ട് കൊക്കോയെ ഇട്ടിട്ടുണ്ട്. ഇതാണ് കോക്കോയുടെ ആദ്യത്തെ കൂട് കേട്ടോ. ഈ കൂട്ടിനകത്ത് അധികം നേരം കോക്കോയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമേ അല്ല. കാരണം അവർക്ക് ഒരുപാട് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇതിലധികം നേരം അങ്ങനെ ഇരിക്കാറില്ല. അങ്ങനെ ഇതിനകത്തോട്ടാക്കിയിട്ടാണ് കോക്കോയുടെ മറ്റേ കൂട് പുറത്തിറക്കി നമുക്ക് കഴുകാൻ പറ്റും. ഇത് നമ്മൾ മാസത്തിൽ ഒരു 2 തവണ ചെയ്യും. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് രാവിലെ ഇറക്കി ഇതങ്ങ് ചെയ്തതാണ്. മൊത്തത്തിൽ വേസ്റ്റ് ഇച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു. വേസ്റ്റൊക്കെ കളഞ്ഞ് ഫുള്ളൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്യും. കെമിക്കലൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ഫുള്ള് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ റൂമിലോട്ട് എടുത്ത് വയ്ക്കത്തുള്ളൂ. അയാൾക്ക് ഈ കൂടാണ് ഏറ്റവും ഇഷ്ടം. ഇത് പണ്ടേ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫുള്ള് ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് അയാളെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ അയാൾ ഹാപ്പിയാണ്. ഇതിനകത്താകുമ്പോൾ അവൾക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊഞ്ഞാലും കൂടും ഫുഡിൻ്റെ സാധനവും വെള്ളം വെച്ച് കൊടുക്കുന്നതിൻ്റെയും ഒക്കെയുണ്ട്. ഇതിനകത്താകുമ്പോൾ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് ആളവിടെ കിടന്നോളും. അത്രയ്ക്ക് ഇഷ്ടമാണ് കോക്കോയ്ക്ക് കൂട്. തുണിയെല്ലാം കഴുകി തുണി ഒന്ന് സ്റ്റാൻഡിലൊക്കെ ഒന്ന് വിരിക്കട്ടെ. ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല, നമുക്കവർ മേടിച്ച് തന്നിട്ടില്ല വാഷിംഗ് മെഷീൻ. അതുകൊണ്ട് ഭയങ്കര മടിയാട്ടോ തുണിയൊക്കെ കഴുകാൻ. വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് വാരിയിട്ട് കഴുകിയാൽ മതിയല്ലോ. പിന്നെ ഇവരുടെ വാഷിംഗ് മെഷീനകത്ത് 2 ദിവസം കൂടുന്തോറും അവിടുത്തെ പയ്യൻ്റെ തുണികൾ കഴുകണം. പിന്നെ മാമ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടേ കഴുകത്തോളൂ തുണി. ഒക്കെ പുറത്തുനിന്നേ ഫുട്ബോൾ തട്ടുക കേട്ടോ. അതുകൊണ്ട് ഫുട്ബോളിൻ്റെ തട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തോട്ടേക്ക് ഒന്ന് പോകുന്നത് ഫ്രൈഡേ ആണ്. അന്നേരം കുറച്ച് റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. മീനൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ നെക്സ്റ്റ് വരെ പോയിട്ട് ഇപ്പോൾ വരാം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ടാക്സി വന്നിട്ടുണ്ട്. ടാക്സിയിലാണ് പോകുന്നത്. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേ ഇവിടെ ഭയങ്കരമായിട്ട് ഇരുട്ടി. 5 മണി കഴിയുമ്പോഴത്തേനും ഇവിടെ നല്ലപോലെ ഇരുട്ടും. നെസ്റ്റോയിൽ വന്നാൽ നമുക്ക് നല്ല ചൂടോടെ ദം പൊറോട്ട കിട്ടും കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഇവിടുന്ന് ഇതാണ് കഴിക്കാറ് ഫ്രൈഡേ വരുമ്പോഴൊക്കെ. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ചൂടായിട്ട് നല്ലതുപോലെ നമുക്ക് സെറ്റാക്കി തരും. അങ്ങനെ ഞങ്ങളൊരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റ് ഞങ്ങൾ 2 പേരും കൂടെ കഴിക്കും കേട്ടോ. അത്യാവശ്യം വലിയ പൊറോട്ടയാണ്, 4 പൊറോട്ട ഉണ്ടായിരിക്കും. ചിക്കൻ ഫ്രൈ കേട്ടോ.
പിന്നെ മീനിൻ്റെ അടുത്തോട്ട് വന്നു. മീനിൻ്റെ അവിടെ ഇവിടെ ഈ കിളിമീനൊക്കെ പഴകിയതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചാള മേടിച്ചു, ഒമാനി ചാള 2 കിലോ മേടിച്ചു. കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ പേരയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു. മുന്തിരി, ആപ്പിൾ, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും മേടിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വിട്ടു. സ്റ്റോയിലൊക്കെ പോയിട്ട് വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ടാക്കണം.